ഒടുവിൽ പ്രിന്റു മഹാദേവൻ എന്ന ആ നാറി എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ നെഞ്ചത്ത് വെടിവെക്കുമെന്ന് പറഞ്ഞ് ആ പ്രിന്റു മഹാദേവൻ എന്ന നാറിക്കെതിരെ കേസെടുത്ത് പോലീസ്. കോൺഗ്രസ് നേതാവ് ശ്രീകുമാറിൻ്റെ പരാതിയിൽ തൃശ്ശൂർ പേരാമംഗലം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 8 ചാനൽ ചർച്ചയ്ക്കിടെയാണ് പ്രിന്റു മഹാദേവൻ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവെക്കുമെന്ന് പറഞ്ഞത്. കലാപാഹ്വാനം, കൊലവിളി പ്രസംഗം എന്നീ വകുപ്പുകൾ ചേർത്തിയാണ് പ്രിന്റു മഹാദേവൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിന് BJPക്കെതിരെ പ്രിന്റു മഹാദേവനെതിരെയൊക്കെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ കൂടിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി BJP ഓഫീസിലേക്ക് വരെ മാർച്ച് നടത്തി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ലഡാക്കിലെ സംഘർഷങ്ങൾക്കിടെയുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു പ്രിന്റു മഹാദേവൻ്റെ ഈ ഭീഷണി വെല്ലുവിളി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ, രമേശ് ചെന്നിത്തല അങ്ങനെ പ്രഗത്ഭരായ UDFൻ്റെ നേതാക്കളെല്ലാം പരാതി കൊടുത്തു. നിയമസഭയിൽ ആവശ്യം ഉന്നയിച്ചപ്പോൾ പിണറായി സഖാവ് അത് നിസ്സാരാക്കിയിട്ടാണ് കണ്ടത്. പിണറായിക്ക് പിന്നെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്കെതിരെ ഒരു പരാതി ഇപ്പം എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ പിണറായിക്ക് നിസ്സാരമായിട്ട് കാണും. പിണറായിക്കെതിരെ മുമ്പ് ഒരു പിഞ്ചു ബാലൻ എന്തോ ഒരു ഭീഷണി മയക്കെന്ന് പറഞ്ഞാൽ ആ ബാലനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ച ആളാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ആരാ? പിണറായി സഖാവേ രാഹുൽ ഗാന്ധി ആരാ? രാഹുൽ ഗാന്ധി ജനാധിപത്യ രീതിയിൽ പിന്നെ 2024 തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. താങ്കളിവിടെ കിടക്കുന്നത്, രാഹുൽ ഗാന്ധി ഇവിടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രിന്റു മഹാദേവനോട് ഇവിടെ പറയാനുള്ളത് എന്താ അറിയോ? ഇവിടെ രാഹുൽ ഗാന്ധിയെ വധിക്കും. എന്തിനാ രാഹുൽ ഗാന്ധിനെ വധിക്കുന്നത്? എന്നൊരു കാരണം പറയും. നിങ്ങളെ പൊള്ളത്തരങ്ങളും നിങ്ങളെ പൊട്ടത്തരങ്ങളും നിങ്ങളെ കൊള്ളകളും നിങ്ങളെ ജനാധിപത്യ അട്ടിമറി നിങ്ങളെ മതേതരത്വ അട്ടിമറികളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയതാണോ രാഹുൽ ഗാന്ധിനെ കൊല്ലുന്നത്? അതോ നിങ്ങളാരെങ്കിലും കൊല്ലുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു? അതോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കേസെടുക്കി. തെളിവില്ലാത്ത എന്തെങ്കിലും രാഹുൽ ഗാന്ധി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കണം. അധികാരങ്ങൾ കയ്യിലല്ലേ? രാഹുൽ ഗാന്ധിൻ്റെ പേര് കേസെടുക്കുക. എന്താ കേസെടുക്കാത്ത? തെളിവ് സഹിതാണ് പറഞ്ഞത് മുഴുവൻ, കാര്യങ്ങൾ മുഴുവനുള്ളതാണ്. ഇനി വരാൻ പോകുന്നത് വാരാണസിയിലെ നരേന്ദ്രമോദിയുടെ ജനവിധി അട്ടിമറി കൂടിയാണ് വരാൻ പോകുന്നത്. എന്താ ഇത്ര വലിയ പൊള്ളൽ? രാജ്യം കൊള്ളയടിച്ചാണല്ല അധികാരത്തിൽ വരുന്നത്. ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരി, ഇങ്ങോട്ട് രാജ്യം ഭരിക്കും. അല്ലാതെ PR വർക്കും നടത്തി ജനാധിപത്യം അട്ടിമറിച്ച് EVM അട്ടിമറിച്ച് രാജ്യത്ത് പിന്നെ ജുഡീഷ്യറി സിസ്റ്റം വരെ അട്ടിമറിച്ചുകൊണ്ടാണ് നിങ്ങൾ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അല്ലാതെ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആരെ വെടി വെക്കേണ്ടത്? ശരിക്ക് പ്രിന്റു മഹാദേവ, ഇജും എൻ്റെ അനുയായികളും അല്ലെങ്കിൽ എൻ്റെ നേതാക്കന്മാർ ആരെ ശരിക്കും വെടി വെക്കേണ്ടത്? ജനാധിപത്യം അട്ടിമറിച്ച് അധികാരത്തിൽ കയറിക്കൊണ്ട് ഓല വെക്കടോ വെടി ഓലല്ലേ വെടി വെക്കേണ്ടത്? രാഹുൽ ഗാന്ധി ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ കൂടെ, ജനങ്ങളിൽ ഒരുവനായി, ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, വർഗീയതക്കെതിരെയുള്ള വോട്ട് കൊള്ളക്കെതിരെയുള്ള പോരാട്ടം രാഹുൽ ഗാന്ധി നയിക്കുന്നത്. നിങ്ങൾക്ക് കൊള്ളും? നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ജനാധിപത്യം എന്താ നിങ്ങൾക്ക് അറിയില്ല. മതേതരത്വം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് അധികാരത്തിൽ കയറിയിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും തച്ചുടച്ച് എല്ലാ സംവിധാനങ്ങളും സ്വന്തം വരുതിയിലാക്കി, വരുതിയിലാക്കിയാണ് നിങ്ങൾ രാജ്യം ഭരിക്കുന്നത് അല്ലേ? നിങ്ങൾക്കെതിരെ ഒരാൾ അപശബ്ദത്താക്കി അപ്പങ്ങൾ ഈടിനെ വിടുകയാണ്. ഏത് ഏജൻസിനെയാണ് നിങ്ങളെ വരുതിയിലാക്കാൻ കഴിയാത്തുള്ളത്? എല്ലാ ഏജൻസിയും നിങ്ങളെ വരുതിയിലാക്കി. നിങ്ങൾ എല്ലാ ജുഡീഷ്യറി സിസ്റ്റവും നിങ്ങളെ വരുതിയിലല്ലേ? ഇങ്ങനെയാണോ രാജ്യം ഭരിക്കൽ? ഇതിൻ്റെ മുന്നിവിടെ രാജ്യം ഭരിച്ചവരൊക്കെ ഇന്ത്യ രാജ്യം ഭരിച്ചപ്പം, മുൻ പ്രധാനമന്ത്രിമാരൊക്കെ ഇന്ത്യ രാജ്യം ഭരിച്ചപ്പം ED പ്രധാനമന്ത്രിയുടെ പോക്കറ്റിലേനി, CBI, NIA, ജുഡീഷ്യറി സിസ്റ്റം, കരസേന, നാവികസേന മേധാവികളൊക്കെ പ്രധാനമന്ത്രിയുടെ പോക്കറ്റിലേനി. അല്ല, എന്തിനാ നിങ്ങൾ ഇതൊക്കെ പോക്കറ്റിലിട്ട് നടക്കുന്നത്? എന്തിനാ? നിങ്ങൾക്കൊരുപാട് മറക്കാണ്ട്, നിങ്ങൾക്കൊരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യാണ്ട്, നിങ്ങൾക്കൊരുപാട് കൊള്ള ചെയ്യാനുണ്ട്. അതിന് ഞങ്ങൾ ഇതൊക്കെ പോക്കറ്റിട്ട് നടക്കുന്നത് അല്ലേ? എന്താ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? എന്താ ഇപ്പം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥിതികൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും കേസെടുക്കാൻ പറ്റില്ലല്ലോ. ആ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കാണ്ടാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത്. പിന്നെ കമ്മീഷൻ എന്ത് ചെയ്തൂടെ? ഒറ്റമുറിയിൽ 88 വോട്ട്, ഒരു കല്യാണം കഴിക്കാത്ത ഒരു സ്വാമിക്ക് 74 മക്കൾ, പിന്നെ ബീഹാറിലെ ഒരു അച്ഛന് 94 മക്കൾ. ഇയാളെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള വോട്ടർമാരതൊക്കെ ജ്ഞാനേഷ് കുമാറിൻ്റെ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരാണിതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
ഇയാൾക്ക് എന്തു ചെയ്തൂടെ? ഇയാളെ ചോദ്യം ചെയ്യാൻ പറ്റൂലല്ലോ, ഇയാളെ പേരിൽ പരാതി കൊടുക്കാൻ പറ്റൂലല്ലോ, ഇയാളെ പേരിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഇയാളെ പേരിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഇയാളെ കുറ്റവിചാരണയ്ക്ക് വെക്കാൻ പറ്റൂലല്ലോ. പിന്നെ ആകെ ചെയ്യാനുള്ളത് ഇംപീച്ച്മെൻറ്റ് നടപടിയൊക്കെയാണ്. അതിന് പ്രതിപക്ഷങ്ങളായാലും മറ്റുള്ള പാർട്ടികളായാലൊക്കെ ചിന്നി ചിതറി കിടക്കില്ലേ. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ടേക്ക് വന്നെങ്കിൽ തന്നെ ഇതൊക്കെ റെഡിയാക്കി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇന്ത്യ രാജ്യത്തെ, ഭാരതത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകണം. അല്ലാതെ വേറൊരു മാർഗവുമില്ല. വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ. ഒരു റുപ്യക്ക് 1050 ഏക്കർ ഭൂമി ബീഹാറിൽ അദാനിക്ക് കൊടുത്ത് നരേന്ദ്രമോദിയും ബീഹാർ സർക്കാരും. 1 റുപ്യക്ക് 19 ലക്ഷം ഏക്കർക്ക് വരെയുള്ള ഭൂമി 1 റുപ്യക്ക് 1050 ഏക്കർ ഭൂമി അദാനി കൊടുത്തിരിക്കുക. ഇവരെ വ്യാപാര സ്വത്താണുള്ളത്. നരേന്ദ്രമോദിൻ്റെയും മറ്റോലും ഒക്കെ പാടെ കൂട്ട സ്വത്താണുള്ള ഈ എടുത്തു കൊടുക്കുന്നത്. ഇതാരത്തെ പാവപ്പെട്ട കർഷകരെയും കൃഷിക്കാരെയും അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലാളികളൊക്കെ തുടച്ചു നീക്കി വീടും കുടിയും ഒക്കെ ഇടിച്ച് പൊളിച്ച് ഭൂമി അദാനിക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇവർ മാത്രം മതിയോ? ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതി. സവർണർക്ക്, നരേന്ദ്രമോദിനെ പിന്തുണക്കുന്ന RSS സംഘപരിവാറിനും ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതി. ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവൻ ഇന്ത്യ രാജ്യത്ത് ജീവിക്കട്ടെ. ഇവർക്ക് തീരെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്ത്യ രാജ്യം. എടോ പ്രിന്റു മഹാദേവ, താനെന്നല്ല തന്നെപ്പോലത്തെ 100 കണക്കിന് 1000 കണക്കിന് തൊരപ്പന്മാർ വന്നാലും രാഹുൽ ഗാന്ധിൻ്റെ ഒരു രോമത്ത് തൊടാൻ തന്നെ കൊണ്ടൊന്നും കഴിയില്ല. ആ രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം ഒരുക്കാൻ കോടിക്കണക്കായ ജനാധിപത്യ വിശ്വാസികളുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഈ കാര്യം മറക്കണ്ട. വെടിവെക്കേണ്ടത് ആരെയാണോ? ജനാധിപത്യം അട്ടിമറിച്ചോലെ വെടിവെക്കണോ? വോട്ട് കൊള്ള നടത്തിയോലെ വെടിവെക്കണോ? ജനാധിപത്യത്തിലൂടെ അല്ലാതെ അധികാരത്തിൽ വന്നോലെ വെടിവെക്കണോ? നാട്ടിലെ ജനങ്ങളെയും കലാപങ്ങളും ഉണ്ടാക്കി ചുട്ടുകൊന്നവരൊക്കെ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കണത്. ഓനെ പോയി വെടിവെക്കണോ? നെടുഞ്ച് രാഹുൽ ഗാന്ധിനെ വെടിവെക്കുന്നു. ആരാണോ രാഹുൽ ഗാന്ധി ജീവിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണോ? PR വർക്കിൻ്റെ മുകളിലല്ല രാഹുൽ ഗാന്ധി ജീവിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് രാഹുൽ ഗാന്ധി ജീവിക്കുന്നത്, PR വർക്കിലല്ല. അമേരിക്കയിൽ നരേന്ദ്രമോദി ചെല്ലുമ്പോൾ മോദി അത് കൈയൊട്ടണേ. ആ PR വർക്കല്ല ഇവിടെ, അറിയോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉപ്പ് മുടക്കിയിട്ട് അണികളെ മുന്നിൽ കൊണ്ട് എത്തിയിട്ടല്ല പൊതുയോഗം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ മുന്നിക്ക് പാഞ്ഞെത്തുകയാണ്. ഇപ്പോൾ ഒരു സർവേ വന്ന് നോക്ക്. ഇന്ത്യ ടുഡേൻ്റെ സർവേ. എങ്ങളെ ആൾക്കാരാ ഇന്ത്യ ടുഡേ അറിയണ്ട, എങ്ങളെ ആൾക്കാരാ സർവേ വന്ന് നോക്ക്. എന്താ സർവേ? ഇത് താരതമ്യം തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ജനപിന്തുണ ഒരു സാധനം ഈ ചങ്ങായിക്കുണ്ടോ? ഈ ജനപിന്തുണ ഇല്ലാത്തവനെ ഇട്ട് താരതമ്യം ചെയ്യുക. ജനങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായിട്ട് ഇതൊന്നുണ്ട് ഇറങ്ങി നോക്ക്. ഞാൻ കാണാം എൻ്റെ വെടിവെപ്പിൻ്റെ പൂതിയാണ് തീരും. രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ തൊട്ടാൽ പ്രിന്റു മഹാദേവ എഴുതി വെച്ചോ. പിന്നെ ഇതൊന്നും ഇല്ല. ഈ ഭൂമി ലോകത്തുണ്ടാവില്ല ഇതൊന്നും. അത് മനസ്സിലാക്കി വേണ്ടി. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ CJP കൂട്ടുകെട്ടിൻ്റെ ആ ബലത്തിൽ കേസെടുക്കാതെ എത്രയും സമയം മുന്നോട്ട് പോയി. ഇപ്പോൾ അവസാന നിമിഷത്തിൽ കേസെടുത്തു പിണറായി സഖാവ്. ഇപ്പോൾ കേസെടുത്തു. കാരണം 2026 പിന്നെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും സ്വാമി ശരണമയ്യപ്പോ, അതുപോലെ തന്നെ BJPൻ്റെ പ്രതിഷേധങ്ങളില്ലല്ലോ സർക്കാരിനെതിരെ. സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തിനെതിരെ അല്ലെങ്കിൽ ജനകീയ വിരുദ്ധ നടപടി എടുക്കുന്നതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടോ BJPൻ്റെ? ഉണ്ടാവില്ല. പ്രതിഷേധിക്കേണ്ടതല്ല കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ടേക്ക് പോവുക. എന്തിന് അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകണം? BJP വരില്ല, പക്ഷേ കോൺഗ്രസ് വരരുത്. അതിന് CPM അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ടേക്ക് പോകാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. പിന്നെ ഇവരെങ്ങനെ പ്രതിഷേധിക്കുക? ഇവരെ പേരിലെങ്ങനെ പിണറായി കേസെടുക്കുക? എത്ര കേസ് വളർത്തി ഏതെങ്കിലും ഒരു BJPക്കാരൻ ഈ സംസ്ഥാനത്ത് ശിക്ഷിക്കപ്പെട്ടോ? ഇല്ല. ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. ഒരു BJPക്കാരൻ ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെട്ടോ? ഇല്ല. അതാണ് പിണറായി. ഇന്ന് ഈ രാജ്യത്തിന് പിന്നെ ഏറ്റവും വലിയ ആപത്ത് BJPയോ സംഘപരിവാറോ അല്ല. ആ BJPയെയും സംഘപരിവാറിനെയും വളർത്തിക്കൊണ്ടിരുന്ന പിണറായി ശ്രമമാണ് ഈ രാജ്യത്തിന് ആപത്ത്. അത് ഓർത്തു വച്ചുകൊണ്ട്